അച്ഛനിവിടെ ഉണ്ടായിരുന്നോ? ഞാൻ സുശീല ആന്റിയെ കാണാൻ പോയതായിരുന്നു. ഹോസ്പിറ്റലിൽ വെച്ച് ആന്റിയെ കാണാൻ പറ്റിയില്ലല്ലോ. ആ ഇവിടുന്ന് പറഞ്ഞു. നിനക്ക് ഫോണൊന്നും എടുത്തിട്ട് പോയിക്കൂടായിരുന്നു? മറന്നതാ അച്ഛാ. ബൈ ആന്റി. മഞ്ചാടി എന്നെ കാണാൻ വന്നതായതുകൊണ്ട് ഞാൻ ഇവളെ സുരക്ഷിതമായി ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അല്ല, അനന്തമാഷിന് ഇപ്പോഴും എന്നോടുള്ള ദേഷ്യം മാറിയില്ലെന്ന് തോന്നുന്നു. അല്ല, ഞാൻ തീരുമാനിച്ചുറപ്പിച്ച മഞ്ചാടിയുടെയും ജീവന്റെയും കല്യാണത്തിന് അവസാന നിമിഷം മാഷും കുടുംബവും പങ്കെടുക്കാൻ തയ്യാറാണെന്ന് അറിയിച്ച കാര്യം ഞാൻ അറിഞ്ഞിരുന്നു. അല്ല, അതുകൊണ്ട് ചോദിച്ചതാ. എന്റെ മകളുടെ കല്യാണത്തിന് ഞാൻ പങ്കെടുക്കാൻ തീരുമാനിച്ചത് എനിക്ക് എന്റെ മോളോടുള്ള ഇഷ്ടം കൊണ്ടാണ്. അല്ലാതെ സുശീലേ, നീ എന്നോടും എന്റെ കുടുംബത്തോടും ചെയ്തു കൂട്ടിയതൊന്നും ഞാൻ മറന്നുകൊണ്ടൊന്നുമല്ല. ഞാൻ നിങ്ങൾക്കെതിരെ എന്ത് ചെയ്തെന്നാ മാഷേ പറയുന്നേ? നിങ്ങളുടെ ഈ മകളെ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത് ഈ സുശീല ഇവളെ സംരക്ഷിച്ചതുകൊണ്ടാ. അല്ല, സംശയം ഉണ്ടെങ്കിൽ മോളോട് ചോദിച്ചു നോക്ക്. അച്ഛാ, എന്റെ കാര്യത്തില് അച്ഛൻ സുശീല ആന്റിയെ തെറ്റിദ്ധരിക്കരുത്. എനിക്ക് വേണ്ടി ആന്റി നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇപ്പോഴും ജീവൻ രാജിനെ നഷ്ടപ്പെട്ടതിന് പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കാൻ എന്നെ സഹായിക്കുന്നത് ആന്റിയാ. കായൽ വള്ളം അപകടത്തിൽപ്പെട്ടല്ലേ മോളെ ജീവനെ കാണാതായത്? അതിന്റെ പിന്നിൽ ആര് പ്രവർത്തിച്ചെന്നാ സുശീല നിന്നോട് പറഞ്ഞിരിക്കുന്നത്? എനിക്ക് നേരത്തെ സംശയം ഉണ്ടായവർ തന്നെയാ. ദാസ് അങ്കിളും സച്ചി സാറിന്റെ മകൻ ഗോകുലും. അയ്യോ, ഇത് ഞാൻ മഞ്ചാടി മോളെ തെറ്റിദ്ധരിപ്പിച്ച് കൂടെ നിർത്താൻ വേണ്ടി പറഞ്ഞുണ്ടാക്കുന്നതായി തോന്നല്ലേ മാഷേ? കല്യാണത്തിന് തലേദിവസം ദാസാറും ഗോകുലും മഞ്ചാടിയുടെ കല്യാണത്തിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ട് എന്നെ വിളിച്ചിട്ടുണ്ട്. കല്യാണം മുടക്കിയാലേ അവൻ ചില വാഗ്ദാനങ്ങളും എനിക്ക് നൽകിയിട്ടുണ്ട്. സത്യം പറഞ്ഞ അവരുണ്ടാക്കിയ മാനസിക സമ്മർദ്ദം കാരണമാ എനിക്ക് അന്ന് അറ്റാക്ക് വന്നത്. അറ്റാക്ക് വന്നതോ അതോ ഇനി അറ്റാക്ക് വന്നതായിട്ട് അഭിനയിച്ചതാണോ? അല്ല, ഈ വാഗ്ദാനങ്ങളിലൊന്നും വീഴാത്തവളല്ലല്ലോ സുശീല, അതുകൊണ്ട് ചോദിച്ചതാ. അതെ, എന്നെ അത്രയ്ക്ക് അങ്ങ് നെറുകെട്ടവളാക്കാൻ നോക്കണ്ട മാഷേ. സുശീലയ്ക്ക് എന്താ സംഭവിച്ചെന്ന് ഹോസ്പിറ്റലിലെ രേഖകൾ പറയും. എന്തായാലും കല്യാണം മുടങ്ങിയത് സുശീലയ്ക്ക് അറ്റാക്ക് വന്നുകൊണ്ടല്ലെന്ന് എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് ആ കല്യാണം മുടക്കാൻ ആഗ്രഹിച്ചവർ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടോന്ന് ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാ. പോലീസ് എല്ലാം അന്വേഷിക്കുന്നുണ്ടല്ലോ. എന്തായാലും ജീവൻ അപകടം പറ്റിയതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ അതാരായാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. ഉപ്പ് തിന്നവരൊക്കെ വെള്ളം കുടിക്കും, അത് പ്രകൃതി നിയമമാണ്.